നമസ്കാരം. എല്ലാവർക്കും ക്രിസ്വേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കൃപാസനം മാതാവിൻ്റെ ജപമാല റാലിയിൽ പങ്കെടുക്കണമെന്നുള്ളത്. അങ്ങനെ അത് സാധിച്ചു. അത് സാധിച്ചത് മാത്രമല്ല, എനിക്ക് ഈ ഒരു റാലിയിൽ പങ്കെടുക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ഈ റാലി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. കാര്യം എൻ്റെ കാലിന് ഒരു സർജറി പറഞ്ഞിരിക്കുകയായിരുന്നു ഡോക്ടർ. ഈ സർജറി പറഞ്ഞ ഈ കാലുകൊണ്ട് തന്നെ എനിക്കിത് നടന്ന് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റി. ഞങ്ങൾ എന്തായാലും ഈ തീരദേശത്തോടുള്ള ജനലക്ഷങ്ങൾ ജാതി മത ഭേദമന്യേയുള്ള ജനങ്ങളെല്ലാം തടിച്ചുകൂടി ഈ റാലിക്ക് വേണ്ടി വന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടായത്. അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒരുപാട് പ്രായമുള്ളവരൊക്കെ ഈ റാലിയിൽ ഒരു റെസ്റ്റ് പോലും എടുക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എനർജി തന്നെയാണ്. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ഈ ജനലക്ഷങ്ങളെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഇനിയും വരാനുള്ള ആഗ്രഹിക്കുന്ന, ഈ ജപമാല റാലിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹം സാധിച്ചു കിട്ടട്ടെ, മാതാവ് സാധിച്ചു തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി എനിക്കുണ്ട്. എന്തായാലും എനിക്കുണ്ടായ ഒരു പോസിറ്റീവ് എനർജി അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഇത്രയും ജനലക്ഷങ്ങൾ ഒരു മടിയും കൂടാതെ, മഴയും വെയിലും ചൂടാണെങ്കിൽ ഭയങ്കരം അതിശക്തമായ ചൂടാണ്. ആ ചൂടിലും എല്ലാം ഈ 10-17 കിലോമീറ്ററോളം നടന്ന് അവസാനം ആർത്തുങ്കൽ ബസിലിക്കയിൽ എല്ലാവരും കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ഒരു മനസ്സുഖം. ബസിലിക്ക പള്ളിയിൽ എത്താറായി എന്ന് കാണുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒരു എനർജി. നമ്മൾ പള്ളിയിലൊക്കെ കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് കുറച്ച് നേരം പള്ളിയിലൊക്കെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്തായിരുന്നു പോയത്. ആ ബസ്സിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പം ഒരുപാട് ജനങ്ങൾക്ക് ബസ് കിട്ടാതെ എല്ലാം ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഞാൻ അവിടെ കണ്ടു. അതെല്ലാം മാതാവ് മാറ്റിക്കൊടുക്കട്ടെ. അടുത്ത തവണ വരുമ്പോൾ അതിനനുസരിച്ച് സംഘാടകർക്ക് കോർഡിനേറ്റ് ചെയ്ത് ഈ ജനങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ അവരെ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലെത്തിക്കാനുള്ള അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഈ ജപമാല റാലിയിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്തിച്ചേരണം. നല്ലൊരു എനർജറ്റിക് ഒരു പവറാണ്. എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം തന്നെയാണെന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇതിനകത്ത് വിശ്വാസമില്ലാത്ത ഒരുപാട് പേരുണ്ടാകാം. പക്ഷേ അതൊന്നുമല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്.